ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പെട്ടെന്നൊരു സമയക്കുറവായ കാരണം ഒരു തട്ടിക്കൂട്ട് സ്രാവ് കറിയാണ് ഇന്ന് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ഇടിച്ചത്, ഇഞ്ചി ഇടിച്ചത്, ചെറിയ ഉള്ളി ഇടിച്ചത്, കറിവേപ്പില, ഇത്രയും സംഭവം. സമയം പെട്ടെന്ന് ലാഭിക്കാനും അർജൻറ്റായിട്ട് പോകാനുള്ളത് കൊണ്ടും പെട്ടെന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ പെട്ടെന്നൊരു സ്രാവ് കറി, ഉണക്ക സ്രാവ് കറിയാണ് നമ്മൾ വെക്കുന്നത്. വലിയ മോഡിഫിക്കേഷനൊന്നും വരുത്താതെ പെട്ടെന്നൊരു കറിയാണ് ഇന്ന് വെക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ സ്രാഗൊക്കെ വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് വഴലുന്ന സമയം കൊണ്ട് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും സ്രാഗുള്ളത് കൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. കാരണം പിറ്റേ ദിവസത്തേക്കൊക്കെ ഇരിക്കേണ്ടത് കൊണ്ട് മല്ലിപ്പൊടി ചേർക്കാതെ ഞാനിങ്ങനെ വെക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മീൻകറി അന്നേരം കൂട്ടാനായിട്ടേ കൊള്ളുള്ളൂ. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും വളിച്ചു പോകും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഫ്രഷായിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം കുക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കാം, അതൊക്കെ ചെയ്യും. കുക്ക് ചെയ്ത സാധനങ്ങൾ കഴിവതും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഞാനത് വല്ലാതെ ബ്രൗൺ നിറം ആകാനൊന്നും നിൽക്കുന്നില്ല. എനിക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ഒരു ഇതുണ്ടായത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ രീതിയിലും നമുക്ക് വെക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. നമ്മുടെ മസാലപ്പൊടികൾ മൂത്തിട്ടുണ്ട്. ഇവിടെ കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. ഈ പുളിയും പുളിവെള്ളവും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്കിനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഉണക്ക സ്രാവ് കഴുകി വെച്ചിരിക്കുന്നത് അത്യാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം കിടന്നത് കൊണ്ട് ആവശ്യത്തിന് വെള്ളം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് തള കയറുമ്പോഴത്തേന് വെള്ളം കുറേ ഇറങ്ങുന്നതായിരിക്കും. നമ്മുടെ മീൻ ഇതിൽ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്രാഗ് എല്ലാം പുരട്ടി അടപ്പ വെച്ചിട്ടുണ്ട്. ഇതിനി ഇവിടെ തിളച്ചിരുന്ന് വേവും. ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും ഒരിച്ചിരി പച്ച കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് സേവ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ കറിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഒരു സിമ്പിൾ സ്രാവ് കറി എന്നൊക്കെ പറയാം അല്ലേ. പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്കും ഒക്കെ
ഒരുപാട് സമയമെടുത്ത് വഴറ്റി നമ്മുടെ കല്യാണ മീൻ വേവിക്കുന്ന പോലൊന്നും വേവിക്കാനൊന്നും സമയം നമുക്ക് കിട്ടാറില്ലല്ലോ. ചിലപ്പോൾ അർജൻറ്റ് കേസിനൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിലും ടേസ്റ്റിനൊരു കുറവുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മുടെ സിമ്പിൾ സ്രാഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് എടുക്കുകയാണെങ്കിൽ അസാധ്യ ടേസ്റ്റായിരിക്കും കേട്ടോ. അത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഇതിൻ്റെ നടുവൊന്ന് തുറന്ന് ഈ വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഒന്ന് മിക്സാക്കി ഇതാ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. എത്ര പെട്ടെന്ന് നമ്മുടെ സ്രാഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ജോളി റജി സൂപ്പർ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.